ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോകാൻ ഇറങ്ങുന്നു. ബാഗെല്ലാം ഹനുക്കുട്ടി ഡ്രൈവിംഗ് കാറിലേക്ക് എടുത്ത് വെക്കട്ടെ. ഈ കുടുംബങ്ങളുമൊക്കെ ഫുൾ സെറ്റ് നോക്കാനോ, കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റ്. അയ്യോ, ഒരു 2 ദിവസത്തേക്കാണ് പോകുന്നത്, പക്ഷേ 2 nights. യെസ്, കയറാം. അന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? അമാര ആയുർവേദിക് റിട്രീറ്റ്, കോളം സൈഡാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അമ്മായ. This is the reception. This is Amara. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകും. റിസപ്ഷൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ഞാൻ ചെക്ക് ഇൻ ചെയ്യും. നല്ല കാറ്റ്, രക്ഷയില്ലാത്ത കാറ്റ്. ഇതൊരു ഹിൽ ടോപ്പിലാണ് കേട്ടോ, ഭയങ്കര വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച നമുക്ക് കാണാം. മനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിൽ താമസിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഒരു പൂൾ, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പൂൾ. വാട്ടർ പൂള് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. സോൾട്ട് വാട്ടർ സ്വിമ്മിങ് പൂൾ, അടിപൊളി. അതായത് ഇതിൽ കെമിക്കലൊന്നും ഉപയോഗിക്കില്ല, അല്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കെമിക്കൽ ഫ്രീ പൂളാണ്, ആയുർവേദിക് പ്രോപ്പർട്ടിയും കൂടി ആയതുകൊണ്ട് നല്ല മനോഹരമായ പൂൾ. ഓക്കെ, ഈ ബാലിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ടൈപ്പ് ഓഫ് പൂളാണ്, നല്ല രസമുണ്ട്. ഓക്കെ, ഇത് പാറ പൊട്ടിച്ചാണ് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമാണിത്. നൈസ്. ഇവിടെ ഒരു വലിയൊരു പാറയുടെ ഒരു നല്ല ഷെയ്ഡും മരങ്ങളും, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. നൈസ്. റെസ്റ്റോറൻറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കോംപ്ലിമെൻ്ററി യോഗ സെഷൻ മോർണിംഗ്. അതിവിടെ താമസിക്കുന്ന എല്ലാവർക്കും അവൈലബിൾ. ഇതൊരു ആയുർവേദിക് റിട്രീറ്റാണ്, കൂടാണ്ട് ഒരു വെൽനസ് സെൻറ്ററും കൂടിയാണ്. നമുക്കിപ്പോൾ 1 ദിവസം 2 ദിവസത്തേക്ക് വരികയാണ്, അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് വെൽനസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാം. അത് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണം അങ്ങനെയല്ല, ഒരു സ്പായോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ചായിട്ടും ചെയ്യാമല്ലോ. അങ്ങനെ രസമുണ്ട് കംപ്ലീറ്റ്. സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ കോട്ടേജ് ടൈപ്പ്. അപ്സ്റ്റേഴ്സ് ആൻഡ് ഡൗൺ സ്റ്റേഴ്സ് സെപ്പറേറ്റ് റൂംസാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പ്രീമിയം റൂമിലേക്കാണ് പോകുന്നത്. എന്ത് കാറ്റായത്! അയ്യോ, സൂപ്പർ കാറ്റ് നോക്കിയേ. മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നു, രക്ഷയില്ല. ഇത്രയും ടോപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി നമ്മളൊരു ഹിൽ ടോപ്പിലല്ലേ, അത് കാരണമാണ് ഇത്രയും കാറ്റ്. ഇതിൻ്റെ മേളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലെ പ്രീമിയം റൂം. ഓക്കെ, അപ്സ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യൂ കാണാം അല്ലേ, പുറത്തേക്കുള്ള. സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു. വന്നേ മോള്, വന്നേ. ഉണ്ട്. ഓക്കെ, ഹാപ്പി. നല്ല രസമുണ്ടല്ലേ. സോ ബ്യൂട്ടിഫുൾ. നോക്കിയേ, ഇതാണ് വ്യൂ. ഇത് കോവളത്താണെങ്കിലും നമ്മുടെ സീ വ്യൂവിലല്ല നമ്മൾ നിൽക്കുന്നത്, ഒരു ഹിൽ ടോപ്പിലാണ്. ഓൺ ദ വേ ടു കോവളമാണ്. ഇതിങ്ങനെ വളരെ അപൂർവമാണ്, നമ്മളിങ്ങനെ ഒരു ഹൈ റേഞ്ചിലൊക്കെ താമസിക്കുന്ന പോലെ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ആംബിയൻസാണ്. പക്ഷേ നല്ല എന്താ പറയുക, നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ കൺസ്ട്രക്ഷൻ എല്ലാം. മറ്റേ ചുടുകട്ട പോലത്തെ റെഡ് ബ്രിക്കിലാണ്, റൂഫാണെങ്കിൽ അങ്ങനത്തെ ടൈല്. ഈ ഒരു ആംബിയൻസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നേച്ചറുമായിട്ട് ബ്ലെൻഡഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അപ്സ്റ്റേഴ്സിലെ റൂമാണ്. ഇറ്റ്സ് എ പ്രീമിയം റൂമും കൂടി ഒന്ന് കാണാം. ഒരു ക്വീൻ സൈസ് ബെഡ് പ്ലസ് ഇപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ബെഡും കൂടി ചോദിച്ചു.
നമ്മുടെ കൂടെ ആളുണ്ടല്ലോ, നമ്മുടെ തസ്നിക്കും കൂടി ചേർത്തിട്ട് ബാത്റൂം, സ്വിസ്തി വാഷ്റൂം. യെസ്. റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് ഡോറ് തുറക്കണ്ട, അല്ലാണ്ട് തന്നെ വെച്ച് ഒരു പനോറമിക് വ്യൂ ആണ് സത്യത്തിൽ. സോ നൈസ്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മുടെ ബുഫയാണ്, പക്ഷേ ഉച്ചയ്ക്കും രാത്രിയും 2 തരം ക്ലയൻസ് ഇവിടെ വരുന്നുണ്ട്. അതായത് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് വരുന്നവരും അല്ലാത്തവരും ഉണ്ട്. അത് കാരണം ആ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ അലാക്കാട്ടായിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ മതി. നേരത്തെ ഓർഡർ ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കാൻ വേണമെങ്കിൽ അവർ അത് മെനു റെഡിയാക്കി വെക്കും. ഓടോ ജം 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 ജമ്പിങ് 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 ജമ്പിങ്, ഹാപ്പി ജമ്പിങ് ജമ്പിങ് ജമ്പിങ്. അയ്യോ, അത് റിലാക്സ് ചെയ്യാണ്. ഇത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അനുക്കുട്ടിക്ക് വേണ്ടിയാണ്. അനു പറയും എന്താണെന്ന്. ഇത്രയും വർക്കും എല്ലാം കഴിഞ്ഞിട്ട് റിലാക്സ്. യെസ്, അതായത് ഓണത്തിരക്ക് കഴിഞ്ഞിട്ട് അനുവിന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. അനുവിൻ്റെ ബുട്ടീക്കിൽ ലേബൽ അനുരാധയ്ക്ക് ഇഷ്ടംപോലെ ഓർഡേഴ്സും അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റിച്ചിങ്ങും എനിക്കൊന്നും അറിഞ്ഞൂടാ, ഓടി നടക്കുമായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ 2 ദിവസത്തേക്ക് ലീവ് എടുത്തു. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വിഷ്ണു എല്ലാവരും നമ്മുടെ വീട് ഒഴിഞ്ഞ പോലെയായി. വിഷമം, അതൊരു മെയിൻ കാര്യം. വിഷ്ണു പോയി, പാർവതി ആൻഡ് ഫാമിലി പോയി, നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നു. വീട് നിറച്ച ആൾക്കാരായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഞങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങി വീണ്ടും. അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് സീൻ വേണമെന്ന് തോന്നി എല്ലാവർക്കും. അങ്ങനെ ദാറ്റ് ഇസ് സെക്കൻഡ് റീസൺ. അങ്ങനെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് റിജുവിനേറ്റഡ് ആയിട്ട് തിരിച്ചു പോകും. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ. ഇങ്ങനത്തെ കോട്ടേജസാണ്. ഇതെല്ലാം പ്രീമിയം റൂംസാണ്. താഴെയും റൂംസ് ഉണ്ടാവും, മേളിലും ഉണ്ടാവും, 2 സൈഡിലായിട്ട്. അപ്പോൾ 4 റൂംസ് ഇൻ എ ബ്ലോക്ക് ഇങ്ങനെ വരുന്നത്. ഇഷ്ടംപോലെ ഫ്ലവറിങ് ട്രീസ്, പ്ലാന്റ്സ്, രസമുണ്ട്. ഇങ്ങനെ പാത്വേ പോലെയൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഡോണ്ട് ഫീഡ് മങ്കീസ് എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ കുരങ്ങനും ഉണ്ടെന്നാണ്. ഞാൻ കണ്ടില്ല ഇതുവരെ. ഇവിടെ തെറ്റിപ്പൂവും. ഇവിടെ കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാര്യം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ കുഞ്ഞിന്. അയ്യോ, ഹാമോക്കിൽ കിടക്കുന്ന ആൾ. ആ മോളെ സ്വിങ്. എന്താ ഇത്? സ്വിങ് സ്വിങ്. ഇവിടെ എങ്ങനെ സ്വിങ് ചെയ്യുന്നേ? സ്വിങ്. ഇവിടെ ഭയങ്കര സന്തോഷമായി. വാ, സ്വിങ് സ്വിങ് സ്വിങ്. നമ്മുടെ കോട്ടേജിൻ്റെ നേരെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഈ സ്വിങ്. ഈവനിങ് ആകുമ്പോൾ അത് വേറെ വൈബാണ്. കാര്യം ഇപ്പോൾ നമ്മൾ സമയം ഒരു 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി സൺസെറ്റൊക്കെ ആകാറാൻ പോയോ ഒക്കെ രസമായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല കാറ്റ്. പൂ വേണമെന്ന് പറഞ്ഞു. ചെമ്പരത്തി പൂ കൈ വെച്ച് മണപ്പിച്ച് കാണിക്കുകയാണ്. ചെമ്പരത്തി പൂവിന് മണമില്ലല്ലോ. പക്ഷെ മോളുടെ വിചാരം ഫ്ലവർ മീൻസ് സ്മെല്ല് ഇങ്ങനെ ചെയ്യണം. ഓ, എന്ത് കാറ്റായത് എൻ്റെ ദൈവമേ. അയ്യോ അയ്യോ, ഒന്നോ പൊടി പോയി. ആ, അല്ല, കുഴപ്പമില്ല. വീണു പോയി. കുഴപ്പമില്ല. പക്ഷെ അവനൊന്ന് അത് പുല്ലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അവൻ ഷോക്കിലായിരുന്നു. എങ്ങനെ പോയി എന്ന് മനസ്സിലായില്ല. സിറ്റ്. ഇനി സിറ്റാ എൻ്റെ പൊന്നു മോളെ. കൂടെ പക്ഷെ കരയൊന്നുമില്ല, പാവം, നല്ല കുട്ടി. ഇനി സിറ്റാ അവൻ, ഇനി സിറ്റ്. ഓക്കെ, സിറ്റ്. ഓക്കെ, ശരി. ഓക്കെ. പഴംപൊരി, ബനാന ഫ്രൈ വന്നു, ചായ വന്നു. ഇത് സൂപ്പ്, ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. 2 സൂപ്പ് പറഞ്ഞു, ഒന്ന് കുടുവിനും ഒന്ന് എനിക്കും. അപ്പോൾ അതെ, ഇത്രയും ബനാന ഫ്രൈയും ചായ ഉണ്ട്. ഇനി ബാക്കി ഐറ്റംസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചായ, പഴംപൊരി എല്ലാം പറഞ്ഞു. അല്ലാണ്ട് ഫുഡും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലഞ്ച് കഴിച്ചില്ലായിരുന്നു, അനുവും കഴിച്ചില്ല. സോ വി ആർ ഓർഡേഡ് ഫോർ ലേറ്റ് ലഞ്ച്. ഓക്കെ, നമ്മുടെ ബാക്കി ഫുഡൊക്കെ വന്നിരിക്കുന്നു. പുടു ഇങ്ങനെ റെഡി ആയി. ഇവിടെ നിന്നും കഴിക്കുന്ന സാധനം അല്ല എങ്കിലും ഈ ചിക്കൻ ഈസ് ഹിയർ. ഓ, മുന്നേ നിൽക്കുമോ? ഇത് എന്താണ്? വീറ്റ് പറാട്ടാസാണ്. മോനെ അനു, ഇതെന്ത് ചിക്കനായിരുന്നു? അയ്യോ, പെപ്പർ ചിക്കൻ. ഓ യെസ്, ബോൺലെസ് ചിക്കൻ, പെപ്പർ ചിക്കൻ. ആൻഡ് അനു ഒരു കോണ്ടിനെൻ്റൽ സ്റ്റേക്കാണ് പറഞ്ഞത്. അയ്യോ, പെപ്പർ ചിക്കൻ സ്റ്റേക്ക്. ഓക്കെ, സ്പൈസി വൺ. ഓക്കെ. ഇത് മദർ മങ്കി. യോ, മോനെ എവിടെ അല്ലേ? ഇറ്റ്സ് എ മങ്കി.
മങ്കി ഉപദ്രവിക്കുമോ? അത്രേ ഉള്ളൂ. ഒരാൾ ഇവിടെ വന്നു ഇപ്പോൾ, ഒരു അമ്മ മങ്കി ഉണ്ടല്ലേ? ആഹാ, ഉപദ്രവിക്കില്ലല്ലോ. ഓക്കെ ഓക്കെ, വല്ലതും ഭക്ഷണം കഴിക്കാൻ വരുന്നതാണല്ലേ? ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇതേ നോക്കി, ഇപ്പോൾ നല്ലൊരു ടൈമിംഗ് ആണ് കേട്ടോ. ആഫ്റ്റർ 5:30 കുരങ്ങന്മാരൊക്കെ ഇറങ്ങി തുടങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു. ഒരാൾ വന്നത് കണ്ടല്ലോ. ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു ടെമ്പോ ട്രാവലർ നിറച്ച് ഗസ്റ്റാണ്. അത് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങുന്നു. അതെ, ഇവിടെ വീണ്ടും പോയി എൻ്റെ സ്വിങ്ങിൽ പോയിരിക്കുന്നു. ഓക്കെ, ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കാറ്റെല്ലാം ആസ്വദിച്ചിരിക്കാം. ഇവിടെ തല നിറച്ച് ചെമ്പരത്തി പോകുന്നത് അമ്മാമ്മയ്ക്ക് കൊണ്ടുവരുന്നു. എൻ്റെ മോളെ, അമ്മമ്മയുടെ ബേബി ഗേൾ. അയ്യോട്ടാ, അമ്മമ്മയുടെ ചക്കര കുട്ടി. അതേ ചെമ്പരത്തി പൂവൊക്കെ ഇവിടെ നിറച്ച് ചെമ്പരത്തി ഉണ്ട് കേട്ടോ. എന്തായാലും വൈകുന്നേരമൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കയറിയിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും, രാത്രിയായി കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഹെവി ആയിട്ട് കഴിച്ചു, ചെറുതായിട്ടല്ല കഴിച്ചിരിക്കുന്നത്. രാത്രി വലിയ കാര്യമായിട്ട് ഡിന്നർ വിശക്കാണെങ്കിൽ മാത്രം മതിയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു ഹൈറ്റി പോലെയാണ് കഴിച്ചത്, ലേറ്റ് ലഞ്ച്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ പങ്കിടാം. നാളെ ഫുൾ ഡേ ഇവിടെ ഉണ്ട്. മറ്റന്നാൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞായിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തു. നാളെ ഒരു ആയുർവേദയുടെ സ്പാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്ലാനുണ്ട്. അനുവിനും ഉണ്ട്, എനിക്കും ഉണ്ട്. ഒന്ന് റിലാക്സേഷൻ. പിന്നെ പൂളുണ്ട് ഇവിടെ. പൂള് അതും അതായത് സോൾട്ട് വാട്ടർ പൂളാണ്, കടൽ പോലെയാണ്, കടലിൻ്റെ പോലത്തെ ആ ഒരു ഇതിൽ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മോൾക്കൊക്കെ ഇഷ്ടം ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ആംബിയൻസ് ടോട്ടലി മാറിക്കഴിഞ്ഞു. അതേ നോക്കിയേ, ഈവനിങ് ടൈം, സന്ധ്യ ആകുന്നു. അവിടെയൊക്കെ ലൈറ്റ്സൊക്കെ വന്നു കഴിഞ്ഞു. അതേ പുറത്തെ കാഴ്ച നോക്കൂ. ഏതാണ്ട് സൺ സെറ്റിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അതേ ആകാശം കാണുമ്പോൾ അറിയില്ല, ഒരു ചെറിയൊരു ഓറഞ്ചിഷ് കളറായത് കണ്ടോ. കോരങ്ങന്മാരൊക്കെ എങ്ങോട്ടോ പോയി. പൂടു അകത്തായി. അമ്മാമ്മ വരുന്നു മോനെ, കമ്മിങ്. അവൻ അമ്മാമ്മ എപ്പോഴും കാണണം, എന്താ ചെയ്യുക. ഞാനും കൂടി അകത്തേക്ക് പോകണു. ഓക്കെ, അപ്പോൾ ഇനി ഞാനും കൂടി അകത്തേക്ക് പോവാണ്. അതേ പൂടു കിടന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ശരിക്കും നമ്മൾ റിലാക്സ്ഡ് ആൻഡ് റിജുവിനേറ്റഡ് ആകും, എൻജോയ് ചെയ്യും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രിയാകുമ്പോൾ വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഇരിക്കുകയും ചെയ്യാം ഇവിടെ. രസമായിരിക്കും, നൈസ്. നമ്മുടെ റൂമിനകത്തു നിന്നുള്ള വ്യൂ ആണ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം. സൺസെറ്റൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. എന്ത് റിലാക്സിങ് ആണ് ഈ ദിവസങ്ങൾ. അനുക്കുട്ടി ഫ്രഷായി വന്നിരിക്കുന്നു. ഇതാ മോള് കുറച്ച് നേരമായിട്ട് അമ്മ ഫ്രഷനപ്പ് ചെയ്യാൻ പോയപ്പോൾ മോള് ഇവിടെ സങ്കടം. അമ്മ എവിടെ പോയി? മങ്കീസ് വരും നോക്കാൻ. ഇവിടെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്ന് പുറത്തേക്കുള്ള വ്യൂ. ഗുഡ് മോർണിംഗ്, രാവിലത്തെ കാഴ്ചയാണിത്. മങ്കീസ് എല്ലാം പുറത്തിറങ്ങി നടക്കുകയാണ്. കൊടുമോള് രാവിലെ എഴുന്നേറ്റു, ഹാമോക്കിൽ വന്ന് മങ്കീസിനെ കണ്ടിട്ട് വന്നു. അതായത് ഫ്ലൈറ്റ്. മൈ ഗോഡ്, രാവിലത്തെ സീനാണിത്. മോനെ പ്ലെയിൻ. എയർപ്ലെയിൻ. മങ്കീസ് ഇങ്ങനെ ഓടി നടക്കുന്നു ഇവിടെ എല്ലാം. This is the morning scene. പ്ലെയിൻ പോയി. പക്ഷെ എന്തോരം മങ്കീസാ. മോർണിംഗ് വൈബ്സ്. ഇത് കുറേ ഫാമിലി ഓഫ് മങ്കീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതേ പോളൂ. ഉപദ്രവകാരിയല്ലാന്ന് തോന്നുന്നു, അവരൊക്കെ ഫ്രണ്ട്ലി മങ്കീസ്. നമ്മുടെ മുറിയുടെ കേർട്ടൺ ഒരു സൈഡിലെ കേർട്ടൺ ഇട്ടിട്ടില്ലായിരുന്നു. അത് കാരണം രാവിലെ ആയപ്പോൾ ഒരു 7 മണിയായപ്പോൾ വെയിലിങ്ങിനകത്ത് കയറി ഭയങ്കര വെളിച്ചം. അതാണ് പുടുമോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റ്. അല്ലെങ്കിൽ സാധാരണ 7:30 എഴുന്നേക്കില്ല. അപ്പോൾ ഇന്ന് എഴുന്നേറ്റു, എന്നെ കുത്തിപ്പൊക്കി ഇപ്പോൾ. അതുകൊണ്ട് രാവിലത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിനെക്കുട്ടി എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാനും അബിയും പുടുവും താഴേക്ക് വന്നു. ഓക്കെ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഒന്ന് ഫ്രഷ് ആകണം. ഞാൻ ഉറങ്ങിയ പാടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. മോനെ മുകളിലേക്ക് നോക്കൂ. എയറോപ്ലെയിൻ.
മോൾക്കിപ്പോൾ അല്ലാതെ തന്നെ എല്ലാം കുറേ കാര്യങ്ങൾ പിന്നെ ABC അങ്ങനെയൊക്കെ എല്ലാം അറിയാം ഇപ്പോൾ. പിന്നെ മങ്കി അറിയാം, മങ്കിയുടെ സൗണ്ട് അറിയാം, ഇങ്ങനെ ആക്ഷൻ കാണിക്കും, എയ്റോപ്ലെയിൻ അറിയാം. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ആൾ. മറ്റേ പിക്ചേഴ്സല്ലേ കാണുന്നത്, പിന്നെ TV-യിലൊക്കെ അല്ലേ കാണുന്നത്, മറ്റേ വീഡിയോസിൽ. വീണ്ടും മങ്കീസ് എല്ലാം ഇവിടെ എത്തി. അവരിങ്ങനെ ഓടിച്ചു വിടുകയാണ് എല്ലാവരെയും. ഇവിടുത്തെ സെക്യൂരിറ്റി ഇതേ കുഞ്ഞങ്ങോട്ട് മങ്കി മങ്കി ഓ ഇങ്ങനെ അങ്ങനെയാണോ? മങ്കി 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 മങ്കിയുടെ ആക്ഷനും സൗണ്ടും ഉണ്ടാക്കുവാണ്. ദേ ഓടുന്നു. അവിടെ ഇങ്ങനെ അവർ വെടിയ വെച്ച പോലെയൊക്കെ കേൾപ്പിച്ച് ഓടിച്ചു വിടുന്നുണ്ട്. പക്ഷെ അവർ ഈ സൈഡിൽ കൂടി വരുന്നു. പോയാലും തിരിച്ചു വരും. ഓടും ഹാപ്പി. കാക്ക കാക്ക കാക്കേ കാക്കേ പ്ലസ് മങ്കീസ്. സ്മോൾ ബേബി അമ്മയുടെ ദേഹത്ത് തൂങ്ങി കിടക്കുന്നു. ഒരു 2-3 ഫാമിലീസ് ഇവിടെ സ്ഥിരതാമസമാണ്. ദേ അടുത്തത് അത് അച്ഛനും കുഞ്ഞു വന്നു തോന്നുന്നു. ഒന്ന് അമ്മയും മോളും. അതും അമ്മ തന്നെ. ഇപ്പം ഏതാണ്ട് 9 മണിയായി സമയം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ചെറുതായിട്ട് വെയിലൊക്കെ വന്നു കഴിഞ്ഞു. പൂളിൻ്റെ അവിടെയെല്ലാം നല്ല കൂളായി കിടക്കുന്നുണ്ട്. യെസ്, ജസ്റ്റ് ഇവിടെ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. ഒരു വളവ് കഴിയുമ്പോൾ റെസ്റ്റോറൻ്റായി. ബുഫേയുടെ ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ദോശ മെയ്റ്റ് ഓർഡറാണ്, പറഞ്ഞാൽ ഉണ്ടാക്കി തരും. സാമ്പാർ, ചട്നി, വൈറ്റ് ആൻഡ് പിന്നെ ബട്ടൂരാസ് ഉണ്ട്. ബട്ടൂര ചൂടായിട്ട് വരും അല്ലേ? ഓക്കെ ഓർഡർ. ഓക്കെ. ചന്ന മസാല, ഇല അട, അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇലയുടെ ഉണ്ട്. ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, പപ്പായ, മെലൻസ് ആൻഡ് മെലൻ, പിന്നെ കുറേ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യം. ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ആൻഡ് ബീട്രൂട്ട്. കോഫി, ഹോട്ട് വാട്ടർ, മസാല ടീ. ദോശ പറയാം, ബട്ടൂര പറയാം. അപ്പോൾ ചൂടായിട്ട് ബട്ടൂരയും ഒരു ഗീ റോസ്റ്റ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അല്ലേ? നൈസ്. പിന്നെ അതിനെക്കാട്ടി രസം ഇവിടുത്തെ ആംബിയൻസാണ്. ചുറ്റും ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് നേച്ചറിനെ ഇങ്ങനെ ഇത്രയും നല്ല ഹൈറ്റ്. ഇതൊരു മൗണ്ടൻ ടോപ്പിലിരിക്കുന്നത് തന്നെയാണ്. അതുപോലെ നമ്മളൊരു ഹൈ റേഞ്ചിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ റിസോർട്ട് എങ്ങനെയാണ്, അത് ട്രിവാൻഡ്രത്തിന് ഇത്ര അടുത്ത്, ഹാർഡ്ലി കോവളത്തിന് വളരെ അടുത്താണ് ഈ സ്ഥലം. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു 40 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ട്. 40 മിനിറ്റ്സ് ഡ്രൈവ്. ഈസി ആയിരുന്നു. ഹാർഡ്ലി 40 മിനിറ്റ്സ്. അങ്ങനെ എന്തായാലും നമുക്ക് പോകാം. മുന്നേ നമുക്ക് പോകാം. ഓക്കെ. ഇവിടെ ഓരോ ചെടികളുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. അതേ നോക്കിയാൽ മരമുല്ല. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. മരമുല്ല. മണമുണ്ടോ നോക്കട്ടെ. മണമുണ്ടല്ലേ? മണമുണ്ട്. മരമുല്ല കൊള്ളാല്ലേ? വൈറ്റ് ഫ്ലവർ. ഇത് മരമുല്ല. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്നത് ഇവിടെ 2-3 മരമുല്ലയുണ്ട്. ഇത് അവിടെ നിൽക്കുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സാണ് എല്ലാം. നെല്ലി. ഈ വരുന്ന ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്കറിയാനും കൂടി വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കുറേ നല്ല ചെടികളും മരങ്ങളും എന്തൊക്കെയാണ്. നെല്ലിക്ക മരം, പേരയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പേര, ഇസിഡിയം എന്നാണ് അതിൻ്റെ പേര്, സയൻറ്റിഫിക് നെയിമൊക്കെ. ബൊട്ടാണിക്കൽ നെയിം അതന്നെ, സയൻറ്റിഫിക് ആയിരുന്നു, ബൊട്ടാണിക്കൽ നെയിം. തെങ്ങിൻ്റെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട്. തെങ്ങ്, നെലുമ്പോ എന്നാണ് തെങ്ങിൻ്റെ പേര്, നെലുമ്പോ.
പൂളിനെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോഴല്ല. നല്ല രസമുണ്ട് ഇത് കാണാൻ ഇവിടെ. പക്ഷേ കുട്ടികളുടെ ഏരിയ ആയിട്ട് അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ ആ സൈഡിലോട്ട് ഡെപ്ത് കുറവാണ്, ഈ സൈഡിൽ ഡെപ്ത് കൂടുതൽ. ആ സ്ലോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഓടുന്നു പെട്ടെന്ന് വീഴരുത്. വിൽ സിറ്റ്. ഓക്കെ, വെള്ളം, വാട്ടർ സിറ്റ്, വാട്ടർ. വീണു വാട്ടർ. സ്വിങ്. ഫിഷ് ഇല്ല, നോ ഫിഷ്, ഒള്ളി വാട്ടർ. നമ്മൾ അവിടെ നിന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങോട്ട് നോക്കി ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് ആ ബ്രിഡ്ജ് പോലെ നടന്നു പോണ വഴി. മോളെ അങ്ങോട്ട് പോരുത്, ഡേഞ്ചറസ്. നോ വാട്ടർ സിറ്റ്. വെള്ളത്തിൻ്റെ സൈഡിൽ കയറി ഇരിക്കുന്നത്. സി ഇതാണ് ആ കരിങ്കൽ ക്വാറിയുടെ ഭാഗമാണ്. ഇതെല്ലാം നല്ല ഡീപ്പായിട്ട് ഇവിടെ എല്ലാം കരിങ്കല്ല് പൊട്ടിച്ച സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടായിട്ട് കിടക്കുന്നുണ്ടോ. ഞങ്ങൾ വീണ്ടും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അതായത് സതീഷും ഫാമിലി എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 കുട്ടികളും ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ ഭയങ്കര സന്തോഷമാണ്. കളിക്കാനാളായി. അവരെല്ലാവരും ഇവിടെ ഓരോ ബഹളമാണ്. നോക്കിക്കോളൂ, അവൻ്റെ സ്വിങ്ങിൻ്റെ അവസ്ഥ നോക്കും. അയ്യോ, അമ്മക്കൊക്കെ തല കുത്തനെ. ഇപ്പം കുരങ്ങന്മാരെയൊന്നും കാണുന്നില്ല, ഉച്ച സമയമായതുകൊണ്ട് അവർ റെസ്റ്റാണ്. ഇപ്പോൾ സതീഷ് ഫാമിലി തൊട്ടപ്പുറത്തെ കോട്ടേജിലേക്കാണ് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സതീഷിൻ്റെ അച്ഛനും വന്നിട്ടുണ്ട്. ഓ മോളെ, അമ്മാമ്മ ഉണ്ട് ഇവിടെ, അമ്മാമ്മ ഉണ്ട്. ഓ വെയിൽ. ഹൈഫൈ, അപ്പൂപ്പനൊരു ഹൈഫൈ കൊടുക്കും. ഹൈഫൈ. ഗുഡ് ഗേൾ. നമുക്ക് അങ്ങോട്ട് പോവാം. സ്വിമ്മിംഗ് പൂൾ. ബ്യൂട്ടിഫുൾ ക്ലിയർ വാട്ടർ. നല്ല എന്ത് രസമായിരിക്കണം. ഇതിലൊരു കളറ്. ഇത് ഉപ്പ് വെള്ളമാണ് കേട്ടോ, സോൾട്ട് വാട്ടർ. വാട്ടർ. നമുക്ക് പോവാം, വെള്ളത്തിൽ പോവാം. ഓക്കെ, മോൻ്റെ കോസ്റ്റ്യൂം കൊണ്ട് അമ്മ വരുതേ. അമ്മ വന്നു. മമ്മി ഈസ് കമ്മിങ്. ഇതാ മമ്മി വരുന്നു. അമ്മമ്മയല്ല, അമ്മ ഈസ് കമ്മിങ്. ദാ പുടുവിൻ്റെ അമ്മ വരുന്നു. അമ്മ ഈസ് കമ്മിങ്. ഉപ്പുവെള്ളത്തിൽ നീരാട്ടാണ്. കടലിൽ ഇറങ്ങുന്ന പോലെ തന്നെയാണ്. ഇവിടെ സോൾട്ട് വാട്ടറാണ്. അതുകൊണ്ട് സ്കിൻ റിലേറ്റഡ് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും മാറി കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ഒരു നല്ലൊരു തടാകം മാതിരി ആ സൈഡിലോട്ട്. അത് നല്ല പ്യുവർ വാട്ടർ. അങ്ങോട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടല്ലേ. നല്ല ശുദ്ധജലമാണ് ഇതിനകത്തെല്ലാം. പഴയ ക്വാറിയുടെ പാർട്ട്. ഇത്രയും വലിയൊരു മലയെ ഇതിൻ്റെ കുറേ ഭാഗങ്ങളിങ്ങനെ പാറ പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡെപ്തിൽ ക്വാറി ആ ഒരു എന്താ പറയുക, ഒരു തടാകമായി മാറി അവിടെ. ഇറ്റ്സ് നൈസ്. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് ചെയ്താൽ തിരിച്ച് റൂമിലേക്ക് പോകണം. ഇനി പുടുമോളെ നന്നായിട്ടൊന്ന് കുളിപ്പിക്കണം. അനുക്കുട്ടിക്ക് കുളിക്കണം. ഉച്ച കഴിഞ്ഞ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കയറുന്നില്ലേ? അമ്മമ്മ നല്ല പുറത്ത് വെയിലാണല്ലോ, അതുകൊണ്ട് പുടുക്കുട്ടിയും ഒരു സൺഗ്ലാസ്. വാവ്, ബട്ടർഫ്ലൈ. നമ്മൾ ആയുർവേദിക് ഇവിടെ ഡോക്ടറുണ്ട്. ഡോക്ടറിൻ്റെ കൺസൾട്ട് ചെയ്തൊരു ആയുർവേദിക് റിട്രീറ്റും കൂടിയാണ്. അപ്പോൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അനുക്കുട്ടിക്കൊരു
ഒരു റിലാക്സേഷൻ ഫുൾ ബോഡി മസാജൊക്കെ വേണമെന്നുണ്ട്. പ്ലസ് ഇവിടെ ആയുർവേദിക് ഫേഷ്യലും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ നോക്കിയാൽ കുറുന്തോട്ടി, കുറേ ഔഷധ ചെടികളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇതാണ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഏരിയ. പിന്നെ ആയുർവേദയുടെ സെൻറ്റർ ഇവിടെയാണ്. ഇത് നോക്കിയേ, കുറുന്തോട്ടിയുടെ മരമുള്ള ചെടി. പിന്നെ തിരുനീട്ട് തുളസി, പലതരം ആയുർവേദിക് ഇവിടെയുണ്ട് കുറേ. ഇതെന്താ, ചിറ്റാടലോടകം. ഇതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെ അറിയുന്നവർക്ക് നല്ല. പിന്നെ കറിവേപ്പില. വരുന്നു മോനെ, വരുന്നു. രാമതുളസി അല്ലൊക്കെ. ആടലോടകം, കാന, ശംഖുപുഷ്പം, അയ്യപ്പന. ഇതാണ് ചെത്തിക്കൊടുവേലി. ഇത് ചെറിയ രാമതുളസി. നൈസ് അല്ലേ? ദിസ് ഇസ് ദ ന്യൂ ബിൽഡിംഗ്. ഇതെല്ലാം നല്ല അരിപ്പെട്ടി, പഴയ അരിപ്പെട്ടി, വാർപ്പ്. നോക്കിയേ, ഒരു ഡോറ്, പണ്ടത്തെ ഡോറ്, അത് ടേബിളായി. എല്ലാം ട്രഡീഷണൽ ഹെറിറ്റേജ്. ഇവിടെ മുക്കുന്നിമല എല്ലാം കാണാൻ പറ്റും ചുറ്റോട്. ഇത് നോക്കിയ പാറമടയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂ. നല്ല ലേക്ക് പോലെ കിടക്കുന്നത് വെള്ളാണി കായലാണ് ആ കാണുന്നത്. കായലിൻ്റെ ഒരു ഏരിയ. അത് കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഇവിടെ പക്ഷേ സേഫാണ് ഈ ഭാഗം. ഇങ്ങോട്ട് ചാടണം. ഇത് നോക്ക്, എന്ത് ലാൻഡ്സ്കേപ്പ്. ഈ ജനലിൽ കൂടെ നോക്കുന്നു. ഒരു പിക്ചർ പോലെ ഇരിക്കുന്നു, ഒരു പോസ്റ്റ് കാർഡ് പോലെ. വെരി നൈസ്. ഇതിവിടുത്തെ മറ്റൊരു മനോഹരമായ മുറിയാണ്. ഈ മുറി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് വ്യൂ. ഇവിടെ ഈ ലേക്ക് പോലെ പാറ, പണ്ട് കോറി ആയിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് പാറമട വാട്ടർ ലേക്ക് പോലെ. ഇതിൻ്റെ ബോർഡർ കേട്ടോ. ഇതെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചുറ്റോട്, ഇതൊരു മല മുകളിലാണ്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ ക്വാറി ഏരിയയാണ്. ഫുൾ വാട്ടർ സറൗണ്ടഡ്. പിന്നെ ഈ ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ റൂം. കാണുന്നുണ്ടല്ലോ, നൈസ്. പുറത്തേക്ക് വൈകുന്നേരമൊക്കെ ഇറങ്ങിയിരിക്കാനുള്ള. ഇത് ഞങ്ങൾ വന്നപ്പോൾ ഇത് ഓക്യുപ്പൈഡ് ആയിരുന്നു, ആളുണ്ടായിരുന്നു. എല്ലാം ഫുള്ളാണ്. അതാണ് ഇപ്പോൾ അവർ പോയതേ ഉള്ളൂ. ഗസ്റ്റ് ശരിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മേളിക്കറ. അപ്പോൾ യോഗ നടക്കുന്ന യോഗ ഹാൾ. ടോട്ടൽ 20 റൂംസാണ് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ. ഇത് ഇവരുടെ പുതിയ ഒരു കോംപ്ലക്സാണ്. എല്ലാം ആയുർവേദത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ. കയറി വരുന്നതിൻ്റെ അവിടെയാണ് ആയുർവേദ ആ ഭാഗം, ഡോക്ടർ ഇരിക്കുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏരിയ. കിളിവാതിലൂടെ ഇത് ചെറിയ ഓപ്പണിങ്. അയ്യോ, ആ കാണുന്നതാണ് മുക്കുന്നിമലയുടെ ഭാഗമാണ്. എന്ത് ഭംഗി. അപ്പോൾ ഈ ഒരു ഏരിയൽ വ്യൂ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഹൈറ്റ്. തെങ്ങെല്ലാം താഴെയാണ്, നമ്മൾ ഏറ്റവും പൊക്കത്തിലാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ ഇതുപോലെ ഇത്രയും ഹൈറ്റുള്ള സ്ഥലം ഒരു പക്ഷേ മുക്കുത്തിമല മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് യോഗ എല്ലാം, രാവിലെ മെഡിറ്റേഷൻ യോഗ എല്ലാം നടക്കുന്ന ഏരിയ. ഇത് ഫുൾ കാണാം. റിസോർട്ടിൻ്റെ ആ സൈഡിലാണ് നമ്മൾ താമസിക്കുന്ന ആ ബിൽഡിങ്സ് എല്ലാം അവിടെയാണ് കോട്ടേജസ്. ഇതാണ് പുതിയ ബിൽഡിങ്. ഇത് ആയുർവേദിക് സെൻറ്റർ. ഈ ബിൽഡിങ് ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഡോക്ടറൊക്കെയുള്ള കൺസൾട്ട്. ഇങ്ങനെ പോണു. വെള്ളായണിക്കായലും മുക്കുന്നിമലയും. ആൾക്കാരിവിടെ കുളിക്കും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ വെള്ളത്തിൽ. കണ്ടോ?
ഇതിവിടെ താമസിക്കുന്ന ഈ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ നല്ല വെള്ളമാണ് ഇതൊക്കെ, നല്ല ക്ലിയർ വാട്ടർ. ഇതെനിക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ആ ബിൽഡിങ്ങാണ് ആ കാണുന്നത്, ആ ഒരു റൗണ്ട് ഷേപ്പിൽ. അതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അവിടെ നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു പാറയും വെള്ളക്കെട്ടും എല്ലാം കാണാമല്ലോ, ലേക്ക് ഏരിയ പോലെ ഒരു. എന്ത് കാറ്റായത്! ഇത് ഇൻവിസിബിൾ നെറ്റ് ഇട്ടിരിക്കുക, കിളികളുടെ ശല്യം ഉണ്ടാകാതിരിക്കുക, കാക്കയുടെ. ഒരു നല്ല ഏരിയ അല്ലേ നു? സോ ബിഗ്. ഏറ്റവും ഫയറിങ്, അതായത് ആർമിയുടെ ട്രെയിനിങ് നടക്കുന്നത് അല്ലേ, ഫയറിങ്ങിൻ്റെ എല്ലാം ഒരു ഏരിയയാണ്. മുക്കുന്നിമല സ്ട്രെയിറ്റ്, ആ നേരെ കാണുന്നത് ഏറ്റവും പൊക്കം. ഏകദേശം ആ ഹൈറ്റിന് അടുപ്പിച്ച് വരുന്നുണ്ട് ഇവിടെ അല്ലേ, കുറച്ചൊക്കെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന്. അത്രയില്ലെങ്കിലും സഹ്യപർവ്വതം വെസ്റ്റേൺ, അപ്പുറത്ത് വെസ്റ്റേൺ ഗാർഡ്സ് അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലൗഡ് ക്ലിയർ. എന്തായാലും ഇതൊരു നല്ല ഹൈറ്റുള്ളൊരു ഹൈ റേഞ്ചിലൊക്കെ നമ്മൾ വരുന്ന പോലെ തന്നെയാണ്. ആ കാറ്റ്. ഫ്ലാഗ്സോ ഏതല്ലോ ആ കാണുന്ന ഫ്ലാറ്റ്സോ, അതൊക്കെ ട്രിവാൻഡ്രം. യെസ് യെസ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇത് എത്ര ഓഫ് സീസണാണ്? മെയ് മുതൽ സെപ്റ്റംബർ ലാസ്റ്റ്. അപ്പോൾ ഓഫ് സീസണിൽ നമുക്കെല്ലാം അതാണ് ഏറ്റവും ബെസ്റ്റ് സമയം കേരളത്തിലുള്ളവർക്ക് വരാനായിട്ട്. കാരണം അപ്പോൾ റേറ്റ്സ് ഒക്കെ കുറവാണ്. അന്നേരം മാക്സിമം എത്ര വരും ഇപ്പോൾ ടാരിഫൊക്കെ? 5,000 to 6,000 ആ റേഞ്ചിലാണ് ആ സമയത്ത് കൊടുക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ റൂംസും എല്ലാം നമ്മൾ താമസിക്കുന്നതും ആ പ്രീമിയം എല്ലാം അതെ ഒരു 6,000 രൂപ ആ റേഞ്ചിൽ വരും, പ്ലസ് ടാക്സസ്. അത് അടിപൊളിയാണ്. പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് പാക്കേജസ് ആയിട്ടുണ്ട് അല്ലേ, ഇൻക്ലൂഡിങ് ഫുഡായിട്ട് ആയുർവേദ പാക്കേജസ് ഉണ്ട്. ഇത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണറാണ് ശ്രീ ഫ്ലെമിംഗ്. അദ്ദേഹം ഈ സ്ഥലവാസിയാണ്, ആക്ച്വലി വിഴിഞ്ഞം ആണ് സ്വദേശം. ഇവരെല്ലാം വിഴിഞ്ഞം ആൾക്കാരാണ്, ഈ സതീഷ് ഉൾപ്പെടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കുറേ വർഷമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അത് ഒരു 5 വർഷമായിട്ടാണ് ഈ ഒരു ഡെവലപ്പ് ചെയ്തത്. ദാറ്റ് ഈസ് ആയുർവേദിക് റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആയുർവേദ തന്നെയാണ് ഫൈനലി അല്ലേ? അതല്ലേ നിങ്ങളുടെ ഒരു ഫോക്കസ്? യോഗ അതെ, പ്രോഗ്രാംസ്. അത് പാക്കേജായിട്ട് എടുക്കാം. എത്ര 10 days 14 days ഒക്കെ ആയിരിക്കും അല്ലേ? 14. അതിനൊരു പാക്കേജ് എമൗണ്ട് ഉണ്ടാവും. അതിൽ എല്ലാം വരും, ഫുഡ് ഇൻക്ലൂസീവ്, താമസം, പിക്ക് ചെയ്ത് എയർപോർട്ട് ടു എല്ലാം നോക്കും. അത് ഭയങ്കര അത്യാവശ്യം റീസണബിളായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഭയങ്കര ഓവറായിട്ട് ഇതില്ല. പക്ഷേ കുറച്ച് സീസണാകുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും. കാര്യം ആ സമയത്ത് കിട്ടാൻ പാടാണ്. കൂടുതൽ ഫോറിനേഴ്സാണ് ഇവിടുത്തെ ഗസ്റ്റ്. ഈ സമയമൊക്കെ ആകുമ്പോൾ നോർത്ത് ഇന്ത്യൻസും നമ്മുടെ ഇന്ത്യൻസും ഒക്കെയാണ് വരാറ്. പക്ഷേ ആ സമയത്ത് ഫോറിനേഴ്സിന് തന്നെയാണ് കൂടുതൽ. അവർക്ക് ഭയങ്കര ആയുർവേദ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് ഡീറ്റെയിൽസ്. കടൽ ആ സൈഡിൽ, ഈ സൈഡിലാണ് സൂര്യൻ ഉദയം, കിഴക്ക് അങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺറൈസ് എല്ലാം കാണാം. നമ്മൾ ഡോക്ടറിനെ കാണാനകത്ത് നിന്ന് ഡോക്ടർ ആനന്ദ് പി നായർ. ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ പക്ഷേ ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ ഇന്ന്. അപ്പം എന്താണ് പറ്റുന്നത് നോക്കിയിട്ട് ചെയ്യാം. ഞാൻ അതിലൊരു ഫേഷ്യൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രൂട്ട് ജ്യൂസും എല്ലാം വെച്ചിട്ട്. അത് പിന്നെ ബോഡി മസാജ് എനിക്ക് തോന്നുന്നു ഇത്ര ദിവസം എന്നൊക്കെ ഇല്ലേ, ഒരു 3 ദിവസം ഒക്കെ വേണമല്ലോ. ബോഡിയിൽ അത്യാവശ്യം ഇൻഫ്ലമേഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം ഈ ഒരു പോർഷനിലൊക്കെ കുറച്ചൊരു തടുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യാം, ഇങ്ങനെ ഈ ഒരു പോർഷനിലൊക്കെ നെക്ക് ആൻഡ് ഷോൾഡർ എന്നൊരു സംഭവമുണ്ട്, അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോക്ടർ ആനന്ദിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത് ഫാർമസി, ഇതാണ് കംപ്ലീറ്റ് ആയുർവേദയുടെ ഏരിയ. നൈസ്, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്യാൻ, ഇവിടെ മസാജ് കാര്യങ്ങൾ, ഇവിടെ സ്റ്റീം ചെയ്യാനുള്ള സംവിധാനങ്ങൾ. നമ്മളല്ല പുഴുങ്ങിയെടുക്കുക ഇതിനകത്ത് സ്റ്റീമിങ്, അങ്ങനെ എല്ലാം. ഇത് ക്ലോസറ്റ്, റെസ്റ്റ് റൂം, അതൊക്കെ യൂറോപ്യൻ സ്റ്റൈലിലാണ്, യൂറോപ്യൻ ക്ലോസറ്റും. ഇത് ധാര, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് റൂം. ഇപ്പോൾ കപ്പിളായിട്ട് വരുന്നവർക്കാണെങ്കിൽ അറ്റ് എ ടൈം 2 പേർക്കും ഹസ്ബൻഡിനും വൈഫിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംവിധാനവും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, അനു എടുക്കുന്നുണ്ട്. ഒരു ഫുൾ ബോഡി, ഈ കഴുത്തിനൊരു മസാജ് പ്ലസ് ഫേസിനൊരു ഫേഷ്യലാണ് അനു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഒരു നല്ല ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു, ഫുഡൊക്കെ വന്നു. എല്ലാം റൂം സർവീസാണ്, ലഞ്ച് ഡിന്നർ റൂം സർവീസ്. ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഓഫേ. അപ്പോൾ കുടുംബങ്ങളും ഞാനും കൂടെയാണ് ഉറങ്ങിയത്. അനുക്കുട്ടി ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയ സമയം നമ്മൾ ഉറങ്ങി. ലഞ്ച് വന്നു. ഇത് വീറ്റ് പൊറോട്ട, പിന്നെ ട്രാവൻകൂർ ചിക്കൻ, പിന്നെ ചെട്ടിനാട് ചിക്കൻ കറി, വൈറ്റ് റൈസ് ബസ്മതി റൈസും പിന്നെ മട്ട റൈസും. അയ്യോ, ഞാനെല്ലാം കഴിക്കുന്നുണ്ട് പാവം, അവൻ്റെ ലഞ്ച് കിട്ടിയില്ല. എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെ കറി കഴിക്കുന്നു. വീറ്റ് പൊറോട്ട വളരെ നല്ലതാണ്, ഭയങ്കര സോഫ്റ്റ്, വെരി നൈസ്. പിന്നെ വൈറ്റ് റൈസ് എല്ലാം ഇവിടെ കഴിക്കുന്നത് തസ്നിക്ക് വേണ്ടി മേടിച്ചാണ്. വൈറ്റ് റൈസ്, ചിക്കൻ അനു കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ തോന്നും. ദിസ് ഇസ് മൈ ഫുഡ്. ഞാൻ വറുത്തരച്ച കോഴി. വെളിയിലത്തെ ക്ലൈമറ്റ് മാറി തുടങ്ങി, വെയിലൊക്കെ പോയി, ഈവനിങ് ടൈമായി. ഇപ്പോൾ ഏകദേശം 4:30 മണിയായി. ഓക്കെ, റൂമിനകത്ത് ജനൽ പോലും തുറക്കട്ടെ, ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. അങ്ങനെ ഈവനിങ് സമയമായി. നമ്മൾ ലഞ്ച് കഴിച്ച് ലേറ്റായിട്ടാണെന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞു. ഇതേ ഞാനും മോളും താഴേക്ക് വന്നു. പൊടുമോള് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി. ഓ വാ വാ, ഞാൻ ആട്ടി കൊടുക്കുവാണ്. വാ വാ ഒന്ന് ശബ്ദം ഉണ്ടാക്കി. വാ ദേ കണ്ടോ, അയ്യോ, ഹാമോക്കിലിരുന്ന് ഊഞ്ഞാലാടുന്ന പോലെ ആടുന്ന കുഞ്ഞാര. നല്ല കാറ്റ്. ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. രാവിലെ മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം. പിന്നെ അറിയാമല്ലോ, ഉച്ചയാകുമ്പോൾ കുറച്ച് വെയിലുണ്ടാകും. എന്നാൽ പോലും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ ആ ചൂട് ഫീൽ ചെയ്യില്ല. നല്ല ഷെയ്ഡായിട്ടാണ് കിടക്കുന്നത്. പിന്നെ കുരങ്ങന്മാരുടെ അറ്റാക്ക് രാവിലെയും വൈകുന്നേരമാണ്. ഇന്നലെ വൈകുന്നേരം സമയത്ത് വന്നു, ഇന്നിപ്പോൾ ഇതുവരെ കണ്ടില്ല. ഞാൻ നോക്കുന്നുണ്ട് ആശാന്മാരെ, കണ്ടില്ല ഇതുവരെ. സതീഷ് ഫാമിലി ഈ ഒരു കോട്ടേജിലുണ്ട്, പക്ഷേ കുട്ടികളൊക്കെ റെസ്റ്റിലാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. അനുക്കുട്ടി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നു, ഭയങ്കര നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. ആയുർവേദ ജസ്റ്റ് ഫോർ 1 ഡേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് പാക്കേജായിട്ട് 7 days 14 days ഒക്കെ ഉണ്ട്. ആയുർവേദിക് ഇതൊരു റിട്രീറ്റ് പ്ലസ് വെൽനസ് സെൻ്ററാണ്. പിന്നെ ഭക്ഷണം എല്ലാ ടൈപ്പ് ഭക്ഷണവും കിട്ടുന്നു എന്നേ ഉള്ളൂ. അവർക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഡയറ്റും ഫുഡൊക്കെ ആയിരിക്കും. ഇത് പുന്നയ്ക്കാമരം. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ചെടികളെക്കുറിച്ച്. പിന്നെ ഇവർക്ക് ആവശ്യമുള്ള ആയുർവേദ പ്ലാന്റ്സ് എല്ലാം തന്നെ അവർക്കൊരു സെപ്പറേറ്റ് ഗാർഡൻ ഏരിയ തന്നെ ഉണ്ട്, ആയുർവേദിക് ഹേർബ്സിൻ്റെ. അത് നമ്മൾ പോയില്ലാന്നേ ഉള്ളൂ. എനിക്കൊരു ഏരിയ കാണിച്ചു തന്നായിരുന്നു, അങ്ങോട്ട് പോയാൽ അതും കാണാം. അല്ലാണ്ട് ഈ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ മരങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വെണ്ണപ്പഴം, ബട്ടർ ഫ്രൂട്ടിൻ്റെ ചെടി മരം. മൈലാഞ്ചി, തേക്ക്. ഇത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഐഡൻറ്റിഫൈ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. കൈ പിടിച്ചോളൂ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, നമ്മളേതാണ്ട് പൊന്മുടിയിലൊക്കെ പോയി താമസിക്കുന്ന പോലെ. ഭയങ്കര ഒരു ഹൈ റേഞ്ച് വ്യൂ പോലെയാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? നൈസ്. ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാറമടയും വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഭാഗം. യെസ്, കമ്മിങ്. ഇതൊരു ഐലൻഡ് പോലെയാണ് നമ്മൾ ഈ താമസിക്കുന്ന റിസോർട്ട്. ചുറ്റും ഈ പാറമടയും അതിൻ്റെ വെള്ളവും ഒക്കെയാണ് ഇങ്ങനെ ലേക്ക് പോലെ. പല ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട്. 5,000-നുള്ളതും കിട്ടും, 6,000-ൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളത് കിട്ടും. പിന്നെ പാക്കേജസ് ആയിട്ട് എടുത്താൽ ഒരു 1 week പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ വിത്ത് ഇൻക്ലൂസീവ് ഓഫ് ഫുഡ്, അല്ലെങ്കിൽ 2 days പാക്കേജ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഓഫ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഒക്ടോബർ ഓൺവേർഡ് സീസണാണ് കേട്ടോ. ഒക്ടോബർ ടു ഏതാണ്ടൊരു April May വരെ. പിന്നെ മഴക്കാലമാണല്ലോ, ജൂൺ ജൂലൈ, അപ്പോൾ സീസണല്ല. ഹാപ്പി ചക്കര മോള്. ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഹാപ്പിയാണെന്ന് പറയും. ഹാപ്പി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ. സ്റ്റോപ്പ്, നോ എല്ലാം പറയും.
അപ്പോൾ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു 6:30 7:30ക്ക് എഴുന്നേൽക്കണു. പക്ഷേ അത് കഴിഞ്ഞ് പുടു ഉറങ്ങുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡിലേഡായിട്ട് എഴുന്നേറ്റു, ലക്ഷങ്ങളിയായിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. 10:30 വരെ ഉണ്ട്. ഇപ്പോൾ സമയം 9:30 ആയല്ലോ. ഓക്കെ, നോക്കൂ, നല്ല വെയിലായി കഴിഞ്ഞു. ഇവിടെ രാവിലെ ഞാൻ മേളിൽ നോക്കുമ്പോൾ നിറയെ കുരങ്ങന്മാരുണ്ട്. നമ്മുടെ മങ്കി ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. പിന്നെന്താ പറയുക, പിന്നെ തൊട്ടപ്പുറത്തെ കോട്ടേജ് റൂമിലായിരുന്നു സതീഷും ഫാമിലിയും. അവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയി. നമ്മൾ ഇച്ചിരി ലേറ്റാണ്. ഇവിടെ പിന്നെ കുറേ മരങ്ങളുള്ളത് കൊണ്ട് ചില ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഷെയ്ഡാണ്. ഒരു സിംഗിൾ കാക്ക. പുടുവും ആനുക്കുട്ടിയും ഫ്രണ്ടിൽ നടന്നു പോയി. ഞാൻ എൻ്റെ ബാക്കിൽ നിന്ന് പോകുന്നേ ഉള്ളൂ. നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് റിസപ്ഷൻ ഏരിയ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ, റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്ക് പോകുന്നു. ആഹാ, പൂക്കളെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഭാഗത്തൊക്കെ നല്ല ഓപ്പൺ എയറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫീലാണ്. പൊടുവും അനുകുട്ടി അവിടെ ഉണ്ട്. നമ്മളിന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് റൂമിൽ വന്ന് പാക്ക് ചെയ്തായിരുന്നു. ഓ, എൻ്റെ മോള് നോക്കിയത് ഹാറ്റൊക്കെ വെച്ചിട്ടൊരു ഹവായൻ സ്റ്റൈൽ. ഇവിടെ നോക്കട്ടെ മോളെ. അമ്മ മോള് ജ്യൂസ് കുടിച്ചോ? എന്താ കുടിച്ചേ നോക്കട്ടെ. അമ്മ സിറ്റ്. സ്ട്രോ പോയി. ഓക്കെ, വേറെ സ്ട്രോ ഇടാ. മോള് കുടിച്ചോളൂ കേട്ടോ. വാട്ടർമെലൺ ജ്യൂസ്. ആംബിയൻസ് ഒരു രക്ഷയില്ല. ഇറ്റ്സ് ലൈക്ക് ആൻ ഓപ്പൺ എയർ. എരിവില്ലാത്ത സാമ്പാറും ഇഡ്ഡലിയാണ്. ഇവിടെ അര ഇഡ്ഡലിയൊക്കെ മോള് കഴിക്കുന്നത്. ടോസ്റ്റ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, കാറ്റ്, പൂച്ച, കാറ്റ്. ഉടൻ്റെ ഒരു സന്തോഷം കാറ്റിനെ കണ്ടിട്ട്. മോളെ കാറ്റ് മിയാവ്. ഓ കറക്റ്റ്. എങ്ങനെ പറയുന്നത്? കാറ്റ് വാട്ട് സൗണ്ട് ഡസ് ദ കാറ്റ് മേക്ക്? പൂച്ചേ, കാറ്റ്, മിയാവ് മിയാവ്. എങ്ങനെ പറയുന്നത്? മിയാവ് മിയാവ് മിയാവ്. പൂച്ചക്കുട്ടി. അത് പേടിച്ചിരിക്കുന്നു. പോടൂ. ഇനി ഒന്നുമില്ല, കാർ ഈസ് വെയിറ്റിംഗ്. നമ്മളിനി റെഡി ആകുന്നു. ജസ്റ്റ് ഞാൻ ഓൾറെഡി ഡ്രസ്ഡാണ്. അനു ഫ്രഷ് ആകാനായിട്ട് നേരെ പോയി ഒന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് കുളിച്ച് റെഡിയാകും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തരുന്നുണ്ട്. അനു പെട്ടെന്ന് കഴിച്ചിട്ട് പോയി. ഓക്കെ, ഞങ്ങളുടെ പിന്നാലെ ഉണ്ട്. ബിക്കോസ് പുടുമോൾ ഇസ് ഡ്രസ്, ഞാൻ ഡ്രസ്ഡാണ്. ബൈ ബൈ പറയൂ. വാട്ടറിനൊരു ബൈ പറയൂ. ബൈ വാട്ടർ, ബൈ. അയ്യോ, റൂമിലേക്ക് അതെ ഇവിടെ കിടന്ന് കറങ്ങുക. മോനെ കാക്ക, ബട്ടർഫ്ലൈ. വാവ്, ബട്ടർഫ്ലൈ. ഇത് എത്ര ബട്ടർഫ്ലൈസ്. വാവ്. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് നേച്ചർ അടുത്തറിയാൻ പറ്റുന്ന അവസരങ്ങളാണിത്. കാക്കയും പിന്നെ നാട്ടുമൃഗങ്ങളിലാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. സിറ്റി ലൈഫിൽ ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കുന്നെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ ബട്ടർഫ്ലൈസിനെയൊക്കെ നാച്ചുറൽ സറൗണ്ടിങ്സിൽ. ഈവൻ മങ്കിയെ വരെ കണ്ടില്ലേ ഇവിടെ. എയ്റോപ്ലെയിൻ കണ്ടു, രസമായിരുന്നു. നമ്മളിപ്പോൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ബട്ടർഫ്ലൈ ഒന്നും അതിനകത്ത് വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുറ്റമുള്ള വീടാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ, മുറ്റവും ഇതൊക്കെ. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെടികളൊക്കെ കുറവായിരുന്നു, ബട്ടർഫ്ലൈസ് കുറവാണ്. പക്ഷെ നിറയെ ചെടികളും പൂക്കളും ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ബട്ടർഫ്ലൈസ് ഉണ്ടാകും. പിന്നെ കാക്കയെ നമുക്ക് അവിടെ വീട്ടിലും കാണാം. പ്ലെയിൻ അങ്ങനെ എപ്പോഴും കാണാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റ് എയർപോർട്ടിന് അടുത്തല്ലേ, അതുകൊണ്ട് പാസിങ് അത് ആ റൂട്ടാണിത്. ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നൊരു വഴിയാണ്. അതേ ഈ വെയിലത്ത് പോയി അദ്ദേഹം സ്വിങ്ങിൽ കിടക്കുക, അതായത് ഹാമോക്കിൽ കിടക്കാനായിട്ട് പോയിരിക്കുവാണേ. കൂടും ഏതാണ്ട് മറ്റേ ഫോറിനേഴ്സ് വന്ന് വെയിൽ കായാൻ കിടക്കുന്നതല്ല, അവർക്ക് ടാനിന് വേണ്ടി കിടക്കുന്നതാണ് സൺബാത്ത്. ഇവിടെ എന്തിനാണാവോ? നോ നോ മോനെ, വെയിൽ മോളെ. ഇറ്റ്സ് ഹോട്ട് ബേബി. ഒരു പൂവിന് വേണ്ടിയാണ് ഇവിടെ ബഹളം. അതെ, ചെമ്പരത്തിപ്പൂ. പുടുവിന് പൂവ് വെച്ച് കിടക്കണം. ഓക്കെ. അയ്യോ എൻ്റെ ദൈവമേ, നല്ല വെയിൽ. ഓ ഇറ്റ്സ് ഹോട്ട് ബേബി. പുടു നല്ല ചൂടാ. വരൂ. അപ്പോൾ ഇനി സമയമില്ല, ഞാൻ പോയി ബാഗെല്ലാം ഒന്നുകൂടി ഒന്ന് പാക്ക് ചെയ്തു കുറച്ചൊക്കെ, എങ്കിലും ഒന്നുകൂടി ഒന്ന് നോക്കണം. ചെക്കിങ്. അനുക്കുട്ടി ഇറങ്ങിയാൽ തസ്നിക്ക് ഡ്രസ്സ് മാറാനുണ്ട്. ജസ്റ്റ് ഗോയിങ്. ചെക്കിങ് ഔട്ട് പ്രോസസ് ഗോയിങ് ഔട്ട്. നമ്മൾ ബാഗെല്ലാം ചെക്കിങ് എല്ലാം അതിന് റെഡി, എല്ലാവരും റെഡി. ബാഗെല്ലാം എടുത്തു. ഇനി അവർ വന്ന് ബാഗെല്ലാം കാറിൽ കൊണ്ട് വെച്ച് തരും. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ 2 days കഴിഞ്ഞ് നമ്മൾ പോകുന്നു തിരിച്ച്. അമാര ആയുർവേദിക്
റിട്രീറ്റ് അത് റിസോർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അനുക്കുട്ടി എന്ത് പറയുന്നു? അങ്ങനെയാണ് അടിപൊളി. അടിപൊളി. We enjoyed. ഇങ്ങനെ എല്ലാ നല്ല കാര്യത്തിനും ഒരു എന്താ പറയുക, നമ്മൾ ഇടയ്ക്ക് എല്ലാ കാര്യത്തിനും ഒരു അവസരം ഉണ്ടാവും. നല്ല 2 ദിവസം, പക്ഷേ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പോകാനും ഒക്കെ. ആൻഡ് ഓട്ടെ, അപ്പോൾ തിരിച്ചിനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ ഈ 2 ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.